ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് എനിക്ക് അങ്ങനെ വലിയ മൂഡും കാര്യങ്ങളൊന്നും തോന്നുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാതിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഒരാളുമായിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ, സവോള. അപ്പോൾ നമുക്കിന്ന് സവോള കൃഷി ചെയ്യാം. അപ്പോൾ എനിക്കിതൊരു ചേച്ചി തന്നാണ് കേട്ടോ. കുറേ ദിവസമായി തന്നിട്ട്, കുറേ നാളായി തന്നിട്ട്. അപ്പോൾ അത് കേടായിട്ടുണ്ടോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും കേടൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഇത് നട്ടു വെക്കാം. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു ചെറിയ ഉള്ളിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വലിയതായിട്ട് അങ്ങോട്ട് വർക്കായില്ലായിരുന്നു. അത് എനിക്ക് തോന്നുന്നു മഴ സമയത്താണ്, എപ്പോഴോ നട്ടതാണ് കേട്ടോ. അതങ്ങോട്ട് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം നമുക്ക് എന്തായാലും ഈ സവോള നട്ടു വെക്കാം. എനിക്ക് ഈ സവോള ഏത് സമയത്താണ് നടുന്നത്, ഏത് കാലാവസ്ഥയിൽ ഇത് വളരും, അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് നട്ട് നോക്കാം, കിളിക്കുമോ നോക്കാം. എന്തായാലും എനിക്ക് സവാള കിട്ടിയില്ലെങ്കിലും ഇതിൻ്റെ തണ്ട് മതി കേട്ടോ, തോരൻ വെക്കാനൊക്കെ ആയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ എന്തായാലും നമുക്കിത് കുഴിച്ച് വെക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നട്ട് വെക്കാം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം താളിയും എണ്ണയെല്ലാം തേച്ച് തലയെല്ലാം ഏകദേശം ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല എണ്ണമയമുണ്ട്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും സവാള നടാനായിട്ട് പോവാം. ഏകദേശം ഇത്രയും ഉള്ളിയുണ്ട്. ഇതൊരു 9 എണ്ണോളം ഉണ്ട്. ഇത് ശരിക്കും ഇതിനേക്കാളും കുറച്ചുകൂടെ നല്ല വലിപ്പമായിരുന്നു. ഇതിങ്ങനെ കുറേ വെച്ചിരുന്ന് ഇങ്ങനെ ചുക്കിച്ചുളിഞ്ഞ് പോയതാണ്. ഞാൻ വിചാരിച്ചു ഇതെല്ലാം കേടായി പോകുമെന്ന്. എന്തായാലും മുളയൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം ഈ ഒരു സ്ഥലത്ത് നടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം തന്നെ പച്ചക്കറികളുണ്ട്. പിന്നെ നടുക്ക് കാണുന്നത് നമ്മൾ അന്ന് ഞാൻ നട്ടിട്ടുള്ള നമ്മുടെ ചേനയാണ്. അപ്പോൾ അത് ഏകദേശം 1 മാസമൊക്കെ കഴിയുമ്പോഴേ ഉള്ളൂ അതിൻ്റെ മുളയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിലാണ്. പിന്നെ ഇവിടെ തഴുതാമ കുറേ സ്പ്രെഡായിട്ടുണ്ടായിരുന്നു. പണ്ടെപ്പോഴോ ഇവിടുന്ന് തഴുതാമയുടെ ഒരു കമ്പ് കിട്ടിയപ്പോൾ ഞാനതുകൊണ്ട് നട്ട് വെച്ചതാണ്. ഇത് ഒരു നല്ലൊരു ഔഷധ സസ്യമാണല്ലോ. അപ്പോൾ ഇതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, മൂത്രാശയ രോഗങ്ങൾക്ക് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഇല തോരൻ വയ്ക്കാനായിട്ടാണെങ്കിലും വെള്ളം തിളപ്പിച്ച് കുടിക്കാനായിട്ടൊക്കെ ആണെങ്കിലും നല്ലതാണ്. നല്ലൊരു കൂളിംഗ് എഫക്റ്റാണത്. അപ്പോൾ നമ്മളിത് ഇടയ്ക്കൊക്കെ വെള്ളം തിളപ്പിച്ച് കുടിക്കാനായിട്ടൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ ഇത് നന്നായിട്ട് സ്പ്രെഡായി പോവും. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഒന്ന് വെട്ടി ഒതുക്കിയിട്ട് ഇവിടോട്ടൊന്ന് നടാനായിട്ടുള്ള പ്ലാനാണ്. പിന്നെ സവാള ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ സവാള കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ തണ്ടെങ്കിലും മതി. അപ്പോൾ അത് വെച്ചിട്ടാണ്. പിന്നെ എനിക്ക് ഇതെങ്ങനെയാണ് ഇതിൻ്റെ കെയറിങ്ങും ഏത് സമയത്ത് നടാം അതൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് നട്ട് നോക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് കാണിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ചേനയുടെ ചുറ്റും അപ്പോൾ അങ്ങനെ ഈ ഒരു സവാളയൊക്കെ അങ്ങനെ നട്ട് വെക്കാം. പിന്നെ ഇത് അത്യാവശ്യം നന്നായിട്ട് ഈ ഒരു തഴുതാമ സ്പ്രെഡായിട്ടുണ്ടായിരുന്നു. ഇത് ചെറുതായിട്ട് നമ്മളൊന്ന് മുറിച്ച് കൊടുത്താലും പിന്നെയും പെട്ടെന്നാണ് ഇത് സ്പീഡിൽ വളർന്നു വരുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇലയൊന്നും എടുത്ത് തോരൻ വയ്ക്കാനായിട്ടും പറ്റാത്തൊരവസ്ഥയാണ്. അത് പട്ടിയുടെയൊക്കെ നല്ല ശല്യമാണ് ആ ഒരു സൈഡിൽ മൊത്തം. പിന്നെ ഞാൻ ഇവിടെ ഒരു നടാനായിട്ട് അത്യാവശ്യം നല്ല വെയിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തളിച്ചിട്ടാണ്. ഒന്നാമത് നല്ല പൂഴിമണ്ണ് പറക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് നമുക്കിത് കിളച്ചെടുക്കാനായിട്ടും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊക്കെ തളിച്ചിട്ടാണ് കുഴി എടുക്കുന്നത്. പിന്നെ ഇവിടെ നേരത്തെയൊക്കെ കുറേ മുളകും കാര്യങ്ങളൊക്കെ ആയിരുന്നു നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം ചെറിയ ചെറിയ കുഴികളായിട്ട് എടുത്തിട്ട് നടാനായിട്ടാണ്. പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ വളങ്ങളും കാര്യങ്ങളും കൂടിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിന് എന്തൊക്കെ വളം ഇടുന്നതെന്നൊന്നും അറിയില്ല. ഞാൻ എന്തായാലും ഏകദേശം ഒരു 9 കുഴിയോളം ഒക്കെ ചെറുതായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചേന മുളച്ച് വരുമ്പോഴേക്കും ചുറ്റും സവാളയായിരിക്കും. അപ്പോൾ കുറച്ച് ചാണകപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, അടിവളമായിട്ട്. ചാണകപ്പൊടി എന്ന് പറയുമ്പോൾ നൈട്രജൻ ആണല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു സവാള തണ്ടിന് വളർന്നു വരാനായിട്ട് എന്തായാലും നൈട്രജൻ വേണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉണക്ക ചാണകമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സവാള എല്ലാം കൂടെ നട്ട് വെക്കുക. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് വളർന്നു വരുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഞാൻ പിന്നെ കാണിക്കാം. പിന്നെ എന്തായാലും ഇപ്പോൾ ചൂട് സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ നോക്കാം. എന്തായാലും മുളയൊക്കെ വന്നിട്ടുള്ളതാണല്ലോ.
പച്ചക്കറി നട്ടാൽ നന്നായിട്ട് കരിയില പൊത ഇട്ട് കൊടുക്കണം. അതിപ്പോൾ മഴ സമയത്താണെങ്കിലും വെള്ളമൊക്കെ കെട്ടിക്കിടക്കാതിരിക്കാനായിട്ടാണെങ്കിലും ഒക്കെ നമ്മൾ ഈ കരിയില ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നല്ല ചൂട് കൂടിയാണല്ലോ. അപ്പോൾ ഇത് നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു മുളകൊക്കെ ഏകദേശം ഒന്ന് വലിപ്പമൊക്കെ വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനി മാറ്റി നടാനായിട്ട് ഗ്രോ ബാഗൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ അന്ന് നട്ടിട്ടുള്ള വെണ്ടത്തൈയൊക്കെ വലുതായിട്ട് അങ്ങോട്ട് പിടിച്ചു വരുന്നില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇത് നമ്മുടെ വഴുതന, അന്ന് നട്ടിട്ടുള്ള വഴുതന ഉണ്ടല്ലോ, ഇത് വയലറ്റ് വഴുതനയാണെന്ന് ഇതിൻ്റെ പൂവൊക്കെ വന്നപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ ആദ്യം വിചാരിച്ചത് മറ്റേ വെള്ള ടൈപ്പ് വഴുതനയാണെന്ന്, അത് നമുക്ക് ഇല്ലായിരുന്നു. പിന്നെ ഇത് നേരത്തെ ഇവിടെ ഉള്ളതായിരുന്നു കേട്ടോ, അത് പോയിട്ടുണ്ടായിരുന്നു, അത് ഒരെണ്ണമായിരുന്നു. അപ്പോൾ എന്തായാലും കലത്തിൽ നട്ടിട്ടുള്ളതും ചട്ടിയിലും ഗ്രോ ബാഗിലും ഒക്കെയാണ് വഴുതന അന്ന് നട്ടു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാം കായൊക്കെ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. നല്ല മുട്ട വഴുതനയാണ് ഇത്. ശരിക്കും മീൻ മസാലയൊക്കെ ഇട്ട് വറക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. നല്ല ഫ്ലഷുള്ള ടൈപ്പ് വഴുതനയാണ് ഇത്. നമ്മൾ ചാണകപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടാണ് എന്തായാലും നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ട്. പിന്നെ പയർ നമ്മളന്ന് കിണറൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് ഗ്രോ ബാഗെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് വീണ്ടും എടുത്തുകൊണ്ട് വെച്ചു. പിന്നെ ഇത് ഒരു 4 വർഷത്തിൽ കൂടുതലായിട്ടുള്ളൊരു വഴുതനയാണിത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ കായ ഉണ്ടായി വരും, കണ്ടില്ലേ? അന്ന് എപ്പോഴോ വെച്ചിട്ടുള്ള ഒരു സഞ്ചിയാണത്. അപ്പോൾ അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ പയറൊക്കെ ആയി വന്നിട്ടുണ്ട്. പിന്നെ താഴെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു, നമുക്ക് കാച്ചിൽ ഏകദേശം ഒന്ന് പടർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് താങ്ങൊക്കെ കൊടുക്കാനായിട്ട് പിന്നെ ഒരു പൈനാപ്പിളും കാര്യങ്ങളൊക്കെ ഒന്ന് കെട്ടി വെക്കാനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ്. കാച്ചിൽ അത്യാവശ്യം നല്ല സ്പീഡിലാണ് വളർന്നിട്ടുണ്ടായിരുന്നത്. എല്ലാം ഒരു വയലറ്റ് കളർ ടൈപ്പ് കാച്ചിലാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല വെയിലൊക്കെ കിട്ടുന്നൊരു സ്ഥലവും കൂടിയാണ്. ഇതിന് പടർത്താനായിട്ട് കയർ എടുക്കുന്ന കാര്യം ആലോചിച്ചപ്പോഴാണ് കയറില്ല എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ പിന്നെ ഇതുപോലെയുള്ള കമ്പ് വെച്ചിട്ടൊന്ന് താങ്ങി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനെന്തായാലും മരത്തേലോട്ടൊന്ന് കയറിയാൽ മതിയല്ലോ. അപ്പോൾ അതിനെന്തായാലും കമ്പുകളൊക്കെ വെച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം നമ്മുടെ ചക്കയൊക്കെ ഇവിടെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ താഴെ നമ്മുടെ ഒരു പാടമൊക്കെ ഒന്ന് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. കുറേ നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ ഏകദേശം കൊയ്ത്തും കാര്യങ്ങളൊക്കെ ഏകദേശം എത്തിയിട്ടുള്ള ഒരു സമയം കൂടിയാണ്. അപ്പം പാടം അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള പാടമാണ്. അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി പാടം കാണാം.